ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്കയിൽ അദ്ദേഹം ആദ്യം ചെയ്തത് കുടിയേറ്റക്കാരെ, പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുകയായിരുന്നു. ഈ ട്രംപിന്റെ ഉപദേശം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാനും ആ വഴിക്ക് നീങ്ങുന്നു. അവിടെ 13 ലക്ഷം അഫ്ഗാനിസ്ഥാനികളെ, ഈ അഫ്ഗാനിസ്ഥാനികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ 13 ലക്ഷം പേർക്കും രജിസ്ട്രേഷൻ ഉള്ളവരാണ്, രജിസ്ട്രേഷൻ കാർഡ് ഉള്ളവരാണ്. ഈ കാർഡുള്ള 13 ലക്ഷം അഫ്ഗാനിസ്ഥാനികളെ പുറത്താക്കുന്നു. അതിന് പ്രധാന കാരണം ട്രംപിന്റെ ഉപദേശവും ഒപ്പം തന്നെ ഈ അടുത്ത കാലത്ത് താലിബാൻ പാകിസ്ഥാനിൽ നടത്തുന്ന ആക്രമണങ്ങളുമൊക്കെയാണ് ഇപ്പോൾ ഇവരെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം. സെപ്റ്റംബർ 1 മുതൽ പുറത്താക്കൽ തുടങ്ങും. ഇതിന്റെ ഭാഗമായി പാക് അധിനിവേശ കാശ്മീരിലെ ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാൻ അടക്കം 4 പ്രവിശ്യകളിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് സംബന്ധിച്ച സർക്കുലറും മറ്റും പോയി കഴിഞ്ഞിരിക്കുന്നു. ബലൂചിസ്ഥാൻ, സിന്ധ്, പഞ്ചാബ്, ഇസ്ലാമാബാദ് തുടങ്ങിയ ഇടങ്ങളിലാണ് ഈ അഫ്ഗാൻ പൗരന്മാർ ധാരാളമായി വസിക്കുന്നത്. ഇവരെ പുറത്താക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതിന് സൈന്യത്തിനും പോലീസിനും ഒക്കെ തന്നെ അതിന്റെ നിർദ്ദേശങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഏത് രീതിയിലായിരിക്കും അഫ്ഗാനിസ്ഥാൻ നോക്കിക്കാണുന്നത് എന്ന് കരുതേണ്ടതായിട്ടുണ്ട്. ചെറിയ ആൾക്കാരല്ല. 13 ലക്ഷം പേരെയൊക്കെ പുറത്താക്കുക എന്ന് പറയുന്ന ചെറിയൊരു പ്രക്രിയയുമില്ല. 1-2 പേരെ പുറത്താക്കുന്നതോ ഇല്ലെങ്കിൽ 100-200 പേരെ പുറത്താക്കുന്നത് പോലെ അത്ര എളുപ്പമായുള്ള കാര്യമല്ല. പാകിസ്ഥാൻ പറയുന്നത് പുറത്തു പോകാൻ ഇപ്പോൾ സമയം നൽകിയിട്ടുണ്ട്. പുറത്തു പോകാത്തവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിക്കുമെന്നൊക്കെയാണ്. പക്ഷെ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഈ അഫ്ഗാൻ പൗരന്മാരെയൊക്കെ പിന്തുണയ്ക്കുന്ന തെഹ്രീക്ക് താലിബാൻ പോലെയുള്ള സംഘടനകൾ ധാരാളം അവിടെയുണ്ട്. ഒപ്പം തന്നെ താലിബാന്റെ തന്നെ ബ്രാഞ്ചസുകളായ അനവധി ഭീകര സംഘടനകൾ വേറെയുമുണ്ട്. ഏതായാലും ഭീകര രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. അനവധി ചെറുതും വലുതുമായ ഭീകര ഗ്രൂപ്പുകളുണ്ട്. ഈ ഭീകര ഗ്രൂപ്പുകളെല്ലാം പാകിസ്ഥാൻ സർക്കാരിന് അനുകൂലമായിട്ടല്ല നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വൈരുദ്ധ്യം. ഏതായാലും അഫ്ഗാനികളെ പുറത്താക്കുന്ന നടപടി എളുപ്പമാകുമോ അല്ലയോ എന്ന് സെപ്റ്റംബർ വരെ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്.